ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം എങ്ങനെ ജപിക്കാം, എപ്പോൾ ജപിക്കണം എന്നുള്ള ആ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളത് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് അത് മനസ്സിലാവുക. ലളിതാ സഹസ്രനാമത്തിൻ്റെ തുടക്കം തന്നെ ഓം ശ്രീമാത എന്ന് തുടങ്ങിയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ശ്രീമാതായിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ അത് പൂർണ്ണമാകുന്നു. നാമങ്ങളുടെ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമം. ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ നമ്മളുടെ കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങളൊക്കെ അകലുകയും ചെയ്യും. അതുപോലെ തന്നെ ജാതകദോഷവും ഗ്രഹപ്പിഴയും അങ്ങനെയുള്ള ഒന്നും നമ്മളെ ബാധിക്കില്ല. പിന്നീട് ഉത്തമ സന്താന സൗഭാഗ്യവും സന്താന പുരോഗതി, വൈധവ്യദോഷനാശം, ദീർഘായുസ്, ഇതിനെല്ലാം ഉത്തമമായൊരു പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ ലളിതാ സഹസ്രനാമ ജപം വളരെ അനുയോജ്യമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു എന്നാണ് വിശ്വാസം. മാതൃസ്നേഹത്തിൻ്റെ അളവ് വിവരണാതീതമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലെല്ലാം പറയാറുള്ളതാണ്. ലളിതാ സഹസ്രനാമം നിങ്ങൾ 21 ദിവസം മുടങ്ങാതെ ഏതൊരു സ്ത്രീക്കും ജപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. അതിനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഫലസിദ്ധി അറിയാൻ സാധിക്കുക. ലളിതാ സഹസ്രനാമം എപ്പോൾ ചൊല്ലണം എന്നുള്ളതാണ് അടുത്തത്. ലളിതാ സഹസ്രനാമ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങളുണ്ട് നമുക്ക്. നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ? അതാണ് ഒന്നാമത്തേത്. അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. രാവിലെ തന്നെ ചൊല്ലണോ? അത് രണ്ടാമത്തെ സംശയമാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? അതും ഒരു സംശയമാണ് എല്ലാവർക്കും അല്ലേ. അതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ. അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാം. എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം. രാമ രാമ എന്നത് മരാ എന്ന ചൊല്ലിയ കാട്ടാളന് വാൽമീകി മുനിയായതും. ആ രാമ രാമ എന്നുള്ള മന്ത്രം ചൊല്ലി വളരെ സ്പീഡിൽ ചൊല്ലുമ്പം മരാ എന്നാവും. അത് ചൊല്ലിയ കാട്ടാളൻ ആണ് രാമായണം രചിച്ചത്. വാൽമീകി മുനിയായത് രാമായണം രചിച്ചതും ഓർക്കുക. അങ്ങനെയുള്ള ഒരാളാണ്. ഭക്തിയാണ് പ്രധാനം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ ഒന്നുമല്ല. അതായത് ആ ഒരു ഭക്തിയുടെ മുന്നിൽ നമ്മൾ അക്ഷരത്തെറ്റുകൾ ദേവി പൊറുക്കും. നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെയും നമുക്ക് നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും. അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ജീവിത തിരക്കിനിടയിൽ അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ്. ദേവീ കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമം നമുക്ക് പാരായണം ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ്. വളരെ ശരീരശുദ്ധിയോടെ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച്, പ്രായാധിക്യം കൊണ്ട് കുളിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കാലും മുഖവും കഴുകി ഭസ്മം ധരിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് ഭഗവതിയെ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, സന്ധ്യയ്ക്കാണെന്ന് വെച്ചാൽ
പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാം. മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ മാത്രമല്ല, ഏത് മന്ത്രജപത്തിനും ഇത് പ്രധാനമാണ്. നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രമോ അതുപോലെ കുങ്കുമം, എന്തെങ്കിലും പുഷ്പം എന്നിവയൊക്കെ വയ്ക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഒരുക്ക് നടത്തിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധ നമ്മളുടെ ആ ഒരു ശ്രദ്ധ പതറാതിരിക്കാനും ദേവീ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും. നമ്മളെപ്പോഴും എന്താ പറയുക, ചിത്രങ്ങൾ നമ്മൾ വെച്ച് വിളക്ക് കൊളുത്തതിൻ്റെ പിന്നിലുള്ള ആ ഒരു കാരണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രൂപത്തെ മനസ്സിലേക്ക് പെട്ടെന്ന് സങ്കല്പിക്കാനായിട്ട് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. നാമപാരായണത്തിന് ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും അവിടെ വെച്ചിരിക്കുന്ന പൂവെടുത്ത് ശിരസിൽ ചൂടുന്നതും ഒക്കെ ഉത്തമമാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂറ്റി പുഷ്പമായി ചൂടുന്നത് ഭർത്തൃ സൗഭാഗ്യത്തിനും പുത്ര ഭാഗ്യത്തിനും ഒക്കെ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ ചൊല്ലാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ത്തിൻ്റെ ബുക്കുകൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ചെന്നാൽ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, എല്ലാ ദേവീദേവന്മാരുടെ സഹസ്രനാമം കിട്ടാറുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്, ഇതെല്ലാം ജപിച്ചാലുള്ള ആ ഒരു ഫലം ലളിതാ സഹസ്രനാമം നമുക്ക് ജപിക്കുകയാണെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പം ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ലളിതാദേവിയുടെ ധ്യാനമന്ത്രമുണ്ട്. ഓം സിന്ദൂരാരണ വിഗ്രഹം എന്ന് തുടങ്ങുന്നതാണ് ലളിതാദേവിയുടെ ധ്യാനമന്ത്രം. ആ ഒരു മന്ത്രം മാത്രമായിട്ടും ജപിച്ച് നിർത്താവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിനോടൊപ്പം അത് നമ്മളുടെ ആ ഒരു ദോഷഫലങ്ങൾ നമ്മളെ കുടുംബത്തിൽ ബാധിച്ചിട്ടുള്ള ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഭവനങ്ങളിൽ യാതൊരുവിധ ദാരിദ്ര്യ ദുഃഖങ്ങളോ പിന്നെ എന്താ പറയുക അകാല മരണങ്ങളോ അങ്ങനെയുള്ള ഒന്നും സംഭവിക്കില്ല എന്നാണ് വിശ്വാസം. ദേവിയെ പൂർണ്ണ ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദേവി നമ്മളെ ഒരമ്മ മക്കളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ദേവി നമ്മളെയും ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഞാനുൾപ്പെടെ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്ന ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയുന്ന കാര്യമാണ്. ലളിതാ സഹസ്രനാമം ജപിച്ചാൽ അതിൻ്റേതായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു സംശയം ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഒരു 21 ദിവസം, ഏതൊരു സ്ത്രീക്കും 21 ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് ജപിക്കാനും ജപം പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്നത്. നമുക്കതിനൊരു മനസ്സുണ്ടായിരിക്കണം. പിന്നെ ദേവിയുടെ ഒരു കടാക്ഷം കൂടി വേണം. നമുക്കതൊക്കെ ചൊല്ലി പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് 21 ദിവസവും പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ കടാക്ഷം വേണം. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ദേവിയോട് അനുവാദം മേടിക്കുക. ദേവി, ഞാനിങ്ങനെ ദേവിയുടെ നാമം ഇത്ര ദിവസം ചൊല്ലി പൂർത്തിയാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭഗവതി എന്നെ അനുഗ്രഹിക്കണം, എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അങ്ങനെ ദേവിയോട് അനുവാദം മേടിച്ചിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു ജപം തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും അതിന് മുടക്കം വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യം. കാരണം ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട്, എനിക്ക് വർഷം പറയാനാണെങ്കിൽ ഏകദേശം 10-25 വർഷം മുമ്പ് പറയേണ്ടി വരും. കാരണം എനിക്കത് കാണാതെ ജപിക്കുന്ന നമ്മളൊരു ഇത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വർഷം ജപിച്ചാലാണല്ലോ നമുക്കത് സാധിക്കുക. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയേക്കാം. നമുക്ക് ചിലപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. പക്ഷേ അത് ജപിച്ച് വരുമ്പോൾ നമുക്ക് അതിനോട് ആ മന്ത്രത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. നമുക്കത് എന്നും വേണം എന്നുള്ളൊരു, നമ്മൾ നിത്യം ആഹാരം കഴിക്കുന്നില്ലേ, അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഈ നാമജപം വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോഴതിനെ പിന്നെ മുടക്കാനേ നമുക്ക് തോന്നില്ല.
എന്തും ത്യാഗം സഹിച്ചിട്ട് നമ്മൾ ആ ഒരു നാമജപം ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാമജപം നിങ്ങൾ നിത്യവും ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവുന്ന അഭിവൃദ്ധിയും മാറ്റങ്ങളും പിന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം നിത്യവും നിങ്ങളെ കുടുംബത്തിൽ പാരായണം ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവത്തിൽ വരത്തുള്ളൂ. വീഡിയോ ഇത്രയും ലെങ്ത് കൂടിപ്പോയി, കാരണം ഇത്രയും പറയണം എന്ന് തോന്നി. വളരെ കുറച്ചാണ് ഞാൻ സംസാരിച്ചത്, എങ്കിൽ കൂടിയും ഒരു 10-12 മിനിറ്റോളം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. എങ്കിലും നിങ്ങളത് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ അത് കേട്ടും കണ്ടും മനസ്സിലാക്കുക. അതുപോലെ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിനുള്ള സാമാന്യ വിധികൾ. പിന്നെ ഇതിനകത്ത് പറയുന്ന പോലെ അമ്മ മക്കളെ സംരക്ഷിക്കും എന്നൊക്കെ ഉള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവേ ഉള്ള ആചാര്യന്മാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ സഹസ്രനാമം പോലുള്ള ബുക്കുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് അത് മുറിയാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. അത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ മന്ത്രജപം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആദ്യം തൊട്ട് തന്നെ പാരായണം ചെയ്യണം എന്നാണ് വിധി. നമ്മൾ ഈ സഹസ്രനാമത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണത് കേട്ടോ. അതുപോലെ തന്നെ ദേവി മഹാത്മ്യം വായിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് അത് തുടങ്ങണം. പക്ഷേ ഭാഗവതത്തിനും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല. സഹസ്രനാമത്തിന് ഇത് അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.